മാഷെ, കേരളത്തിലെ SIR നടപടികൾക്ക് അതിന് സ്റ്റേ ഇല്ല എന്നൊരു വാർത്ത വരുന്നുണ്ട്. അതായത് തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി വിശദീകരണം തേടുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് 26-ന് ഹർജികൾ വീണ്ടും പരിഗണിക്കുമെന്നാണ് പറയുന്നത്. ഈ 26-ന് വീണ്ടും ഹർജിയൊക്കെ പരിഗണിക്കുമ്പോഴേക്ക് ഏതാണ്ട് പകുതിയോളം ഈ നടപടിക്രമങ്ങളൊക്കെ ആകില്ലേ? എന്തിനാണ് ഇത്രത്തോളം ഭയക്കുന്നത് മാഷെ SIR-നെ? അല്ല, കേരളം ഈ SIR ഒരു ഇഷ്യൂ ആക്കുന്നത് പോലും ശരിയല്ല എന്ന് എൻ്റെ അഭിപ്രായം. ഒരു കാര്യമില്ല അതിനകത്ത്. ഇപ്പം ഞാൻ SIR-ന്റെ ഫോം ഫില്ല് ചെയ്ത് എൻ്റെ വീട്ടിലെ 5 വോട്ടർമാരുടെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് പോരുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഇഷ്യൂ അല്ല. കാരണം ഈ ഒന്നാമത്തെ കാര്യം, ഈ 2002-ലെ വോട്ടർ പട്ടികയ്ക്ക് ശേഷം ആരൊക്കെയാണ് പുതിയ വോട്ടർമാർ വന്നത്, പുതിയ വോട്ടർമാർ വന്നത് ഏത് കുടുംബത്തിലൂടെയാണ്, ഏത് വഴിക്കാണ് എന്നതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടാനും ഒരു കണ്ടിന്യൂഷൻ വരുത്താനുമാണത്. അതേപോലെ കാര്യമുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അതിനാവശ്യമായ രേഖകൾ അതിനകത്ത് ആകെ ചോദിക്കുന്ന എപ്പിക് നമ്പർ. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ID ഉണ്ടോ ഇല്ലയോ, അങ്ങനെ ID ഉള്ള ഒരാളുടെ കുടുംബത്തിൽ പുതുതായിട്ടൊരു വോട്ടർ ചേർത്താൽ അയാളുടെ കെയർ ഓഫിൽ അയാളുടെ പട്ടികയിലാണ് ചേരുക. അത്രേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം, ആധാർ നമ്പർ ഉണ്ടോ, ആധാർ കാർഡ്. ഇത് രണ്ടും ഈ ഇതിലേതെങ്കിലും ഒന്ന്, ഇത് രണ്ടും ഇല്ലെങ്കിൽ കൊടുക്കാൻ പാസ്പോർട്ട് മതി, റേഷൻ കാർഡിൻ്റെ കോപ്പി മതി, ബാങ്ക് പാസ്ബുക്ക് മതി. ഇതൊന്നും ഇല്ലാത്ത ഒരുത്തനും കേരളത്തിലുണ്ടാവില്ല എന്തായാലും. ഇതില്ലാത്ത ഏതെങ്കിലും മലമടക്കുകളിലെ കൊടുങ്കാട്ടുകളിൽ ജീവിക്കുന്ന പഴയ ട്രൈബ്സോ അല്ലെങ്കിൽ കുടിയേറ്റക്കാരോ അഭയാർത്ഥികളായിട്ട് വന്നവരോ നുഴഞ്ഞുകയറ്റക്കാരോ ഒക്കെ ഉള്ള നാടുകളിലെ ഇതൊരു ഇഷ്യൂ ഉള്ളൂ. ഇതെന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ VLOമാർ ഫോം കൊണ്ട് കൊടുക്കുന്നു. ഈ മലയാളിയുടെ ഒരു സൗഭാഗ്യം എന്താ, അത് ഫില്ല് ചെയ്യാൻ അറിയാവുന്ന ഒരാളെങ്കിലും എല്ലാ വീട്ടിലും ഉണ്ടാവും. അവരത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. സമയത്തിന് ഞങ്ങൾ ഇന്ന ദിവസം വരാം. ഇപ്പം എൻ്റെ വീട്ടിൽ പറഞ്ഞുള്ളത് ഇന്നലെ രാത്രി വരാമെന്ന് പറഞ്ഞു. അവരത് വാങ്ങിക്കൊണ്ടുപോകും. അത്രേ ഉള്ളൂ ഇതിൻ്റെ കാര്യം. എന്തിനാണ് ഈ SIR-നെ ഇവിടെ കിടന്ന് എതിർക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവരിപ്പോഴും കേരളം മാറിയതോ, കേരളം ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയെക്കാൾ എത്രയോ പുരോഗമിച്ചതോ, ഇന്ത്യയെക്കാൾ എന്ന് പറഞ്ഞാൽ പൊതുവേ മൊത്തത്തിലെടുത്താൽ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ എത്രയോ മുന്നേറിയിരിക്കുന്നു ഈ കേരളം എന്നോ. അപ്പം എന്താണെന്ന് വെച്ചാൽ എന്തിനും ഒരു എതിർപ്പുണ്ടാക്കണം. പക്ഷേ ഈ നുഴഞ്ഞുകയറ്റക്കാരും അനധികൃതമായി കുടിയേറിയവരും ഉണ്ടല്ലോ. ഈ വോട്ട് ബാങ്ക് ഇപ്പൊ ഈ ബീഹാറിലൊക്കെ ഉണ്ടാകുന്ന പോലത്തെ വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കിയിട്ടുള്ള പരിപാടികൾ ഇവിടെയും ഉണ്ടോ? അല്ലെങ്കിൽ ഇവർക്ക് ഈ കുടിയേറ്റക്കാരോടൊക്കെ അമിതമായ ഒരു വിധേയത്വം പുലർത്തേണ്ട ആവശ്യമുണ്ടോ കേരളത്തിലെ രാഷ്ട്രീയക്കാർക്ക്? എനിക്കത് എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. ഇപ്പം നമ്മുടെ അതിഥി തൊഴിലാളികൾക്ക് ആർക്കെങ്കിലും ഇവിടെ വാടക കെട്ടിടത്തിൽ വോട്ടുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടോ? അങ്ങനെ സെറ്റിൽ ചെയ്ത് താമസിക്കുന്ന വീടുകളിൽ ഇപ്പോൾ ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, മലബാറിൽ ഇഷ്ടം പോലെ ഉണ്ട്, പെരുമ്പാവൂരിൽ ധാരാളം ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇവിടെ വോട്ടുണ്ടാക്കാൻ ആരെങ്കിലും ശ്രമം നടത്തുന്നുണ്ടോ, അതിന് കേരള ഗവൺമെന്റ് അനുമതി ഉണ്ടോ എന്നൊക്കെയുള്ള അന്വേഷണങ്ങൾ വേറെ നടക്കേണ്ടതുണ്ട്. പക്ഷെ ഇപ്പോൾ നടക്കുന്ന പരിശോധനയിൽ പാരമ്പര്യമായി 2002-ൽ 23 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നു. അന്നാണ് ഏറ്റവും ഒടുവിൽ SIR. ഇത് പുതിയ സംഭവമല്ലെന്നേ. സ്പെഷ്യൽ ഈ ഇന്റൻസീവ് റിവിഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് നേരത്തെ 2002-ലാണ് ഏറ്റവും ഒടുവിൽ നടന്നത്. ഇതിപ്പോൾ നരേന്ദ്രമോദി വന്നപ്പോൾ കെട്ടി ഇറക്കി കൊണ്ടുവന്നൊരു സാധനമൊന്നും അല്ല. നരേന്ദ്രമോദിയുടെ കാലത്ത് എന്ത് ചെയ്താലും അതെന്തോ പുതിയ സാധനമാണ്, ഇതെന്തോ ഇന്ത്യയെ നശിപ്പിക്കാൻ കൊണ്ടുവന്നതാണ്, ഇതെന്തോ മുസ്ലിങ്ങളെ വിഴുങ്ങാൻ വരുന്ന സാധനമാണ്, ഞങ്ങളുടെ സമയത്ത് ഇതിങ്ങനെയല്ല, അതാണ് അതെ എന്ന് പറയുന്നല്ലേ ഉള്ളൂ. 2002-ലെ കാര്യമാണ് ഈ ചോദിക്കുന്നത്. ഇപ്പോൾ ആദ്യത്തെ കോളത്തിൽ പറയുന്നത് 2002-ൽ ഈ വീട്ടിൽ വോട്ടുണ്ടായിരുന്നത് ആർക്കാണ്, അത് ആദ്യം ചേർക്കുക. എന്നിട്ട് അയാളുടെ ബന്ധു ആരൊക്കെയാണ് പിന്നീട് വന്നത്, അതാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൽ പുതുതായിട്ട് ആരെങ്കിലും വന്നാൽ അയാളെ ചേർക്കാനും നല്ലതല്ലേ പുതുതായിട്ട് വന്നാൽ. ഇല്ലാത്തവരെ പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യണം. ഇത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം. ഇപ്പോൾ ഈ കേരളത്തിൽ ആകെപ്പോൾ സംശയിക്കാൻ വല്ലതും ഉണ്ടെങ്കിൽ, സംശയിക്കാൻ എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ ഏതെങ്കിലും ഇവിടെ അതിഥി തൊഴിലാളികളായി അന്യസംസ്ഥാനങ്ങൾ വന്ന് താമസിക്കുന്നവർ ഈ വാടക വീട് കേന്ദ്രീകരിച്ച് വോട്ട് ചേർക്കാലോ. അതാണല്ലോ ഇപ്പോൾ സുരേഷ് ഗോപിക്കൊക്കെ എതിരെ വന്ന ആരോപണം. അതുപോലെയുള്ള വല്ലതും നടക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാനാണെങ്കിൽ നോക്കേണ്ടതുമല്ലേ, അല്ലെന്താ തെറ്റ്? അങ്ങനെ വല്ലതും ചേർക്കുന്നുണ്ടെങ്കിൽ പക്ഷേ ഈ ബീഹാറിലെ SIR വന്നതിന് ശേഷം ഉണ്ടല്ലോ, പലയിടങ്ങളിൽ നിന്നായിട്ട് ബംഗ്ലാദേശിലേക്ക് തിരിച്ചു പോകുന്നുണ്ട് ആളുകൾ. വലിയ രീതിയിൽ കൂട്ടമായിട്ട് ഇവർ ബംഗ്ലാദേശിലേക്ക് തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അനധികൃതമായി കുടിയേറിയവർ പോകുന്നതിൽ ആർക്കും വിഷമം ഉണ്ടാകേണ്ട കാര്യമൊന്നുമില്ല. ഇല്ല. മാത്രമല്ല പ്രജിത, ഇവിടെ താമസിക്കുന്ന, നിങ്ങൾ എപ്പോഴെങ്കിലും നോക്കിയിട്ടുണ്ടോ നമ്മുടെ നാട്ടിൽ വന്ന് താമസിക്കുന്ന ഈ അന്യസംസ്ഥാന തൊഴിലാളികളിൽ എത്ര പേർ ഇന്ത്യക്കാരാണ്? അതെ, അത് സൂക്ഷ്മമായി പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഒന്ന്, ഇന്ത്യക്കാരല്ലാത്തവർ എങ്ങനെ ഇന്ത്യയിൽ വന്നു? അവരെയാണ് നമ്മൾ നുഴഞ്ഞുകയറ്റക്കാരെന്ന് വിളിക്കുന്നത്. പാസ്പോർട്ട് എടുത്ത് വിസ എടുത്ത് വന്ന് ഇറങ്ങിയതല്ലല്ലോ. ഒരു രേഖയും ഇല്ലാതെ വന്നിട്ട് ഇവിടുത്തെ നമ്മുടെ ഈ കാട്ടുകൊള്ളക്കാരായ ക്രിമിനൽസ് ഉണ്ടാക്കി കൊടുക്കുന്ന വ്യാജരേഖകൾ കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. കൃത്യമായി എവിടെയെങ്കിലും അപകടത്തിൽ പെടുമ്പോൾ നമുക്ക് മനസ്സിലാവും
അത് ബംഗ്ലാദേശിലെ സില്ലറ്റാണ്, അവിടെയാണ് ഇവിടെയാണ് അപ്പോൾ പറയും. ഇനി അവർ വന്നതുകൊണ്ടുണ്ടായ ഗുണം എന്താണ്, ദോഷം എന്താണ്? അവർ വന്നു ചേർന്നത്, അവരുടനെ നുഴഞ്ഞു കയറി വന്നിട്ട് ആസാമിലോ ബംഗാളിലോ താമസിക്കുന്നതിനേക്കാൾ, ആസാമിലോ ബംഗാളിലോ ബീഹാറിലോ താമസിക്കുന്നതിനേക്കാൾ സേഫാണ് അവർക്കിവിടെ. കാരണം ഇവിടെ നമ്മളെല്ലാവരും ബായിയാണ്, അതിഥി തൊഴിലാളികളാണ്, സംശയിക്കുക പോലുമില്ല. അതുകൊണ്ടുണ്ടായ ഗുണം എന്താ? ഇവിടുത്തെ ക്രൈം റേറ്റ് കൂട്ടിയതാരാ? അവർക്ക് വലിയ പങ്കുണ്ട്. ഇവിടുത്തെ ആരോഗ്യ നിലവാരത്തിൽ നമ്മൾ ഇറാഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയോ രോഗാണുക്കൾ തിരിച്ചു വന്നത് എങ്ങനെയാണ്? ഇവർക്കൊരു ആരോഗ്യ പരിശോധന പോലും നടക്കുന്നില്ല. അതേസമയത്ത് ഇവിടുന്ന് ഒരു പയ്യൻ പുറത്ത് ഏതെങ്കിലും രാജ്യത്തേക്ക് ഒരു വിസ സമ്പാദിക്കണമെങ്കിൽ എത്ര തവണ മെഡിക്കൽ പരിശോധന നടത്തണം? ഇതൊന്നുമില്ല. ഈ ബംഗ്ലാദേശിൽ നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് യാതൊന്നുമില്ല. അവർക്ക് വിദ്യാഭ്യാസമുണ്ടോ, വിവരമുണ്ടോ, അവർക്ക് കൾച്ചറുണ്ടോ, അവർക്ക് മൊറാലിറ്റി ഉണ്ടോ? ഒന്നും വേണ്ട. കഴിഞ്ഞ 10 കൊല്ലത്തിനുള്ളിൽ അവരിവിടെ നടത്തിയ കൊടിയ കുറ്റകൃത്യങ്ങൾ എത്രയാണ്? അപ്പോൾ അതൊക്കെയാണ് പരിശോധിക്കേണ്ടത്. ഇത് അവർ തിരിച്ചു പോകേണ്ടി വരും. അവരെ തീർച്ചയായിട്ടും ടാർഗറ്റ് ചെയ്ത് ഇവരെ രാജ്യം ഗൗരവമായിട്ട് കാണുന്നുണ്ട്. ഇവരെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യാൻ സംവിധാനമുണ്ട്. പോലീസിൻ്റെയും പട്ടാളത്തിൻ്റെയൊക്കെ നോട്ടത്തിലുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ പതുക്കെ മുങ്ങും. അവർ തിരിച്ചു പോയിക്കോളും. തിരിച്ചു പോയാൽ എന്ത്, നമ്മുടെ തൊഴിൽ സംസ്കാരത്തിന് ഇപ്പോൾ കേരളത്തിനൊക്കെ അങ്ങനെയുണ്ട്. ഇപ്പോൾ ഇവിടെ പണിയെടുക്കാൻ നമുക്ക് മടിയാണ്. പിന്നെ നാട് വിട്ടു പോയാൽ ഈ ബംഗാളിയേക്കാളും കഷ്ടപ്പെടും. നമ്മൾ പൂത്തിനെ പോലെ പണിയെടുക്കും. അറബിക്ക് വീട്ടുവേല ചെയ്യാൻ നമുക്ക് യാതൊരു മടിയില്ല. എന്നാൽ നമ്മുടെ വീട്ടുവേലക്ക് ഈ ബംഗാളിയെ നിർത്തുകയും ചെയ്യും നമ്മൾ. അപ്പോൾ ആ ഒരു ജാട മാറ്റി നിർത്തിയാൽ പോകുന്നവർ പോട്ടേന്നേ, പോകേണ്ടതാണ്. അപ്പോൾ അത്തരം പരിശോധന നല്ലതാണ്. ഇതിലിപ്പോൾ SIRനെ ഇവരെന്തിനാണ് ഭയപ്പെടുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. മമത ഭയപ്പെടുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മമതയ്ക്ക് പ്രധാനപ്പെട്ട ഒരു വോട്ട് ബാങ്ക് ബംഗ്ലാദേശിൽ നിന്ന് വന്നു ചേർന്ന ബംഗാളി വോട്ടർമാർ. ബംഗാളികൾ എന്ന് പറഞ്ഞാൽ അവിടെ ബംഗാളി എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിയാ. ബംഗ്ലാദേശികളാണല്ലോ ബംഗാളികൾ. ആഗോളതലത്തിൽ നിങ്ങൾ ഇപ്പോൾ ഇന്ത്യ വിട്ടു പോയി നോക്കൂ. വെസ്റ്റ് ബംഗാളിന് ബംഗാളി എന്ന് പറയില്ല. ബംഗാളി എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് ബംഗാളാ. എന്ന് വെച്ചാൽ ബംഗ്ലാദേശി ആൾക്കാണ് പുറത്ത്. ഗൾഫിലൊക്കെ പോയാൽ ബംഗാളിയാണെന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരനല്ല, ബംഗ്ലാദേശി തന്നെ. അപ്പൊ അവർക്ക് ബംഗ്ലാദേശി വോട്ടർമാർ അവരുടെ വോട്ട് ബാങ്കാണ്. ഇത്രയും കാലം അവരെ അവിടെ നിലനിർത്തിയത് അവരാണ്. അവരെ കൊണ്ടാണ് ഇവർ ഈ തല്ലും ഒക്കെ ഉണ്ടാക്കുന്നത്. അവർക്ക് മേലെ ആകാശവും താഴെ ഭൂമിയാണ്, ഒന്നും പേടിക്കാനില്ലല്ലോ. കടന്നൽ പോലെ തല്ലും അവർ ഏത് രാജ്യത്ത് പോയാലും. ഇപ്പോൾ അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ ഒരു ബംഗ്ലാദേശിയെ തൊടാൻ പേടിയ ആളുകൾക്ക്. എന്താ കാര്യം എന്നറിയോ? അവർ കടന്നൽ പോലെ വന്ന് ആക്രമിക്കും. അവർക്ക് ജീവനെ പേടിയില്ല. നമുക്ക് ജീവനെ പേടിയുള്ളത് എന്തുകൊണ്ടാണ്? നമുക്ക് പലതും നഷ്ടപ്പെടാനുണ്ട്, നമ്മൾ കാത്തിരിക്കാൻ ആളുകളുണ്ട്, നമുക്ക് പ്രിയപ്പെട്ടവരുണ്ട്. അത്തരത്തിലോ ചില മൂല്യബോധമൊക്കെ ഉള്ളതുകൊണ്ടാണല്ലോ. അതൊന്നും അവർക്കില്ല. അപ്പം ഇതിൽ SIRന്റെ കാര്യത്തിൽ ഈ മലയാളിക്ക് ഇപ്പോഴും അവനവനെക്കുറിച്ചൊരു സ്വത്വബോധം വന്നിട്ടില്ല. ഞാൻ മലയാളിയാണ്, ഞാൻ ലോകത്തിന് മാതൃകയാണ്. ഈ നുഴഞ്ഞുകയറ്റക്കാർക്കൊക്കെ വന്നിട്ട് ഇവിടെ സ്വർഗം പോലെ ജീവിക്കുന്നൊരു നാടാണ്. അപ്പം ഞാൻ എൻ്റെ അന്തസ്സ് കാണിക്കണം. ഇവിടെ അന്യായമായി കണക്കിൽപ്പെടാത്ത ഒരാളും ഈ രാജ്യവിരുദ്ധ പൗരന്മാർ ഈ നാട്ടിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് വിശ്വസിച്ചൂടെ? പിന്നെ ചോദിക്കുന്ന രേഖകൾ മുഴുവനും എല്ലാ മലയാളികൾക്കുണ്ടേ. ആർക്കാ ഇല്ലാത്തത്? ഏറ്റവും ഒടുവിൽ വന്നൊരു കണക്ക് കണ്ടില്ലേ? മൊത്തം മലയാളികളെക്കാൾ ആധാർ കാർഡ് വിതരണം ചെയ്തിട്ടുണ്ട് നമ്മൾ. മലയാളികളുടെ മൊത്തം എണ്ണത്തേക്കാൾ ആധാർ കാർഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ഒന്നിലേറെ ആധാർ കാർഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ വരുന്നതാണല്ലോ. അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ പേടിക്കുന്നത്? നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് രേഖകളുണ്ട്. ബർത്ത് രജിസ്റ്റർ ചെയ്യാത്തവർ, അതുകൊണ്ട് ജനന സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർ, ജനന സർട്ടിഫിക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് ആധാർ കിട്ടാത്തവർ, അതുകൊണ്ട് റേഷൻ കാർഡിൽ പേര് വരാത്തവർ, അത്തരക്കാർക്കല്ലേ ബേജാറുള്ളൂ. അത് ഉള്ള സംസ്ഥാനമല്ലല്ലോ കേരളം. അത് വളരെ സിമ്പിളല്ലേ? അതുകൊണ്ട് ഈ കണക്കെടുപ്പ് വളരെ നല്ലതാണ്. സുപ്രീം കോടതി ഇപ്പോൾ തള്ളിക്കളഞ്ഞു. എന്നിട്ട് 26-ന് 27-ന് വരാൻ പറഞ്ഞു. എന്താ കാരണം? 26-27 ആകുമ്പോഴേക്കും ഇവിടെ ഇലക്ഷൻ്റെ പണി തുടങ്ങും. ഡിസംബർ 9-നോ അല്ലേ നമ്മൾ ഇലക്ഷൻ, നോമിനേഷൻ കൊടുക്കാൻ തുടങ്ങും. അപ്പോഴേക്ക് പിന്നെന്ത് പരിശോധന പോകാൻ പറയും. അപ്പോഴേക്ക് വോട്ടർ പട്ടിക ഫൈനലൈസ് ചെയ്യും. അപ്പോൾ അതൊന്നും അല്ലെങ്കിൽ ശരിയല്ല. ഇലക്ഷൻ കമ്മീഷൻ്റെ അത് അവരുടെ റിസ്ക്കാണ്. കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു ഇൻറ്റൻസീവായിട്ടുള്ള ഒരു പരിശോധന വേണമെന്ന് ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിച്ചാൽ അവർ നടത്തിക്കോട്ടേന്നേ. ഇതിനെ രാഷ്ട്രീയ പാർട്ടികളെ എതിർക്കാൻ നിൽക്കുന്നത്? രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്തെങ്കിലും നിക്ഷിപ്തമായ താല്പര്യമുള്ളതുകൊണ്ടല്ലേ എതിർക്കുന്നത്? എന്താണത്? അത് പറയൂ, ജനങ്ങളോട് പറയൂ. ഞങ്ങൾക്ക് കള്ള വോട്ടുകൾ ചേർത്തിട്ടുണ്ട്, അത് ഈ ഇലക്ഷനിൽ നഷ്ടപ്പെടും എന്നുള്ള പേടിയാണോ? പറഞ്ഞോട്ടെ, ജനങ്ങളോട് പറയട്ടെ. ഇതിൽ കാര്യമൊന്നുമില്ല. ഏതായാലും അത് സുപ്രീം കോടതി യുക്തമായ തീരുമാനം എടുത്തോളൂ. ഇപ്പോൾ മമത ഇന്നലെയും പോയി പറഞ്ഞിട്ടുണ്ട് SIR ബംഗാളിൽ പാടില്ല. അത് മമത പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. മമതയുടെ കാര്യം വലിയ പ്രതിസന്ധിയിലാണ്. കാരണം അവർ ഇത്രയും കാലം പിടിച്ചു നിന്നത് ഭയങ്കരമായ ഹാർഡ് വർക്ക് കഷ്ടപ്പെട്ട് പിടിച്ചു നിന്നത്. കാരണം അവരിപ്പോൾ പറഞ്ഞ പോലെ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവർക്കെതിരാണ്. അവർക്ക് മുന്നണിയില്ല എന്ന് മാത്രമല്ല, ഒരു പാർട്ടി എന്ന് പറയുന്നത് പോലും ഒരു നേതാവാണ്, ഒറ്റ നേതാവ് ഉള്ള പാർട്ടിയാണ്.
ലീഡർഷിപ്പുള്ള പാർട്ടിയാണ്. അപ്പോൾ അവരുടെ ഭീഷണി, അവരുടെ വെല്ലുവിളി എന്തിനാണ് ഇവർക്ക്? അത്രേ ഉള്ളത്. ഒരു കാര്യമില്ല. സുപ്രീം കോടതി അത് യുക്തമായ തീരുമാനമെടുത്ത് വളരെ ശരിയാണ്. ഇനിയും ശരിയായ തീരുമാനം എടുത്തിട്ട് മേലാൽ ഈ മാതിരി കാര്യം പറഞ്ഞിട്ട് കോടതിക്ക് വരരുതെന്ന് പറയണം. അതാ പറയേണ്ടത്. കാരണം കോടതി പോലെ ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ഉള്ള ഭരണഘടനാ സ്ഥാപനമാണ് ഇലക്ഷൻ കമ്മീഷൻ. ഇലക്ഷൻ കമ്മീഷനെതിരായിട്ട് സുപ്രീം കോടതി ചെല്ലുക. ഇലക്ഷൻ കമ്മീഷനെതിരെ പരാതി ഉണ്ടെങ്കിൽ അവിടെ തന്നെ കൊടുത്ത് തീർക്കണ്ടേ? ഇതൊക്കെയാണ് ചോദ്യം. ഏതായാലും നന്നായി, SIR നടക്കട്ടെ. അത് പൂർത്തിയായി. SIR ഇപ്പോൾ ഈ കോലാഹലങ്ങളൊക്കെ ഉണ്ടായാലും ബഹിഷ്കരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഇവർക്കറിയാം ഇലക്ഷൻ കമ്മീഷനോട് കളിക്കാൻ പറ്റില്ല. കാരണം തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ പറഞ്ഞ കുറ്റകൃത്യങ്ങളൊക്കെ പിടിച്ചാണ്ട് അകത്തിട്ട് തന്നെ സസ്പെൻഷൻ എന്തിനാണ് സർക്കാർ ജീവനക്കാരെ തന്നെ വെക്കുന്നത്? സസ്പെൻഷൻ എഴുതി അടിച്ച് കൈ കൊടുക്കും, ചോദ്യമൊന്നുമില്ല അതിന്. അതാണ് ഇലക്ഷൻ്റെ നിയമം. ഓഡിറ്റ് ഇല്ലാത്ത കണക്കാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് നടക്കും. SIR പൂർത്തിയാവും. അധികം വൈകാതെ ഈ ആഴ്ച പൂർത്തിയാവും. അത് കഴിഞ്ഞിട്ട് വരാനാണ് സുപ്രീം കോടതി പറഞ്ഞത്. നടക്കട്ടെ, നമുക്ക് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.